തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ സംയുക്ത നാവികാഭ്യാസത്തിനായി റഷ്യ, ഇറാൻ എന്നീ രാജ്യങ്ങൾ നാവിക കപ്പലുകൾ വിന്യസിച്ചിട്ടുണ്ടെന്ന് റഷ്യയുടെയും ഇറാന്റെയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാനിയൻ നാവികസേനയുമായുള്ള സംയുക്താഭ്യാസത്തിന് മുന്നോടിയായി റഷ്യൻ യുദ്ധക്കപ്പലായ കോർവെറ്റ് സ്റ്റോയ്ക്കി ഇറാനിലെ അബ്ബാസി തുറമുഖത്ത് നങ്കൂരമിട്ടതായി മോസ്കോ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഒമാൻ ഉൾക്കടലിലും വടക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലും നടക്കാനിരിക്കുന്ന നാവികാഭ്യാസങ്ങളെ മേഖലയിൽ വർദ്ധിച്ചുവരുന്ന US യുദ്ധക്കപ്പൽ സാന്നിധ്യത്തിനിടയിൽ സമുദ്ര സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങളായിട്ടാണ് ഇറാൻ വിശേഷിപ്പിക്കുന്നത്. റഷ്യൻ സൈന്യമാണ് യുദ്ധക്കപ്പലുകളിലൊന്നായ കോർവെറ്റ് സ്റ്റോയ്ക്കി ഇറാനിയൻ തുറമുഖത്തെത്തുന്നതായി സൂചിപ്പിക്കുന്ന വീഡിയോ ദൃശ്യം പുറത്തുവിട്ടത്. വ്യോമാതിർത്തിയിൽ അപകടങ്ങളെക്കുറിച്ച് പൈലറ്റുമാർക്ക് മുന്നറിയിപ്പ് നൽകുന്ന നോട്ടാം ഇറാൻ പുറപ്പെടുവിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. സൈനിക ശേഷി പ്രകടിപ്പിക്കുന്ന നൂതന കപ്പൽവേദ ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ഇറാൻ നടത്തുന്നതായും വിവരമുണ്ട്. ഇത് കപ്പൽപാതകളെ തടസ്സപ്പെടുത്തുവാനും പേർഷ്യൻ ഗൾഫിൽ അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുവാനും സാധ്യതയുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖേന ന്യൂസ്.